സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന അവയവക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വ്യാജരേഖകൾ ചമച്ച് അവയവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്ത കേസിൽ വൻതോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലെ പ്രമുഖ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. മുഖ്യപ്രതിയായ മുഹമ്മദ് നജീബുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ട് അവരിൽ നിന്ന് തുച്ഛമായ തുകയ്ക്ക് അവയവങ്ങൾ ശേഖരിക്കുകയും സ്വീകർത്താക്കളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ റാക്കറ്റ് അവലംബിച്ചിരിക്കുന്നത്. ദാതാവിന് 5 മുതൽ 10 ലക്ഷം വരെ മാത്രം നൽകി സ്വീകർത്താവിൽ നിന്ന് 25 ലക്ഷം രൂപയോളമാണ് ഇവർ കൈക്കലാക്കിയിരിക്കുന്നത്. ഇത്തരം വലിയ തുകകൾ എപ്രകാരമാണ് വിനിയോഗിക്കപ്പെട്ടതെന്നും ഷെൽ കമ്പനികൾ വഴി ഇത് കള്ളപ്പണമായി വെളുപ്പിച്ചിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിച്ചു വരുന്നു. ഈ അനധികൃത ഇടപാടുകൾ ആശുപത്രികൾക്കും പങ്കുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ വശം. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതരുടെയും ചില ഡോക്ടർമാരുടെയും മൗനാനുവാദത്തോടെയാണോ ഇത്തരം ശസ്ത്രക്രിയകൾ നടന്നതെന്ന് ഇഡി പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ആശുപത്രികളിലെ ട്രാൻസ്പ്ലാന്റ് രജിസ്റ്ററുകൾ, ശസ്ത്രക്രിയാ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. നിയമ നടപടികൾ മറികടക്കാൻ പ്രതികൾ വ്യാജ ആധാർ കാർഡുകളും മറ്റ് തിരിച്ചറിയൽ കാർഡുകളും ഉപയോഗിച്ച് ദാതാക്കളുടെ ബന്ധുക്കളാണ് തെറ്റിദ്ധരിപ്പിച്ചാണ് പലപ്പോഴും അവയവദാനം സാധ്യമാക്കിയത്. തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്ന കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഗാസിയാബാദിൽ നിന്ന് മുഖ്യപ്രതി നജീബിനെ പിടികൂടിയതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും തുടർന്ന് സാമ്പത്തിക ഇടപാടുകൾ മണി ലോണ്ടറിംഗ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഇഡി കേസ് ഏറ്റെടുക്കുകയുമായിരുന്നു. ജൂൺ 18-ന് കേരളത്തിലെ 10ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ നിർണായകമായ ഡിജിറ്റൽ തെളിവുകളും രേഖകളും ഇഡി പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിൽ ആശുപത്രി മാനേജ്മെന്റുകളെയും സംശയമുള്ള ഡോക്ടർമാരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഏജൻസി കടക്കും. പ്രത്യേക അന്വേഷണ സംഘം ക്രിമിനൽ ഗൂഢാലോചനയും മനുഷ്യക്കടത്തും അന്വേഷിക്കുമ്പോൾ ഇഡി സാമ്പത്തിക ക്രമക്കേടുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത്. അവയവദാനം പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പോലും ലാഭത്തിനു വേണ്ടി അട്ടിമറിച്ച ഈ റാക്കറ്റിനെതിരെ പൊതുസമൂഹത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ കൂടുതൽ പ്രമുഖർ നിയമത്തിനു മുന്നിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്.